ബിഗ് ബോസ് സീസൺ 8 പൂജക്ക് ഇപ്പം ബിഗ് ബോസിൽ കൊടുത്ത ടാസ്ക് ഇതായിരുന്നു. വീട്ടമ്മ ഒരു ഹൗസ് വൈഫ് ആയിട്ട് ഉള്ളൊരു ടാസ്ക്കാണ് കൊടുത്തത്. അത് പൂജ നല്ല ഭംഗിയായിട്ട് ചെയ്തതെന്ന് തന്നെ പറയാം. ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. അത്ര നല്ല ഭംഗിയായിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പൂജ വീട്ടമ്മയായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 15 വർഷമായി. ഒരു അമ്മയും കൂടിയാണ് പൂജ. അപ്പോൾ അത് പൂജ പറയുന്നുണ്ട്. അപ്പോൾ പൂജയുടെ അടുത്ത് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിനക്ക് പണിയൊന്നുമില്ലേ, വീട്ടിലെ കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ. അതുപോലെ പലരും ഇങ്ങനെയും പറയാറുണ്ട്, അവർക്ക് വേറെ പണിയൊന്നുമില്ല, അവൾ വീട്ടമ്മയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടമ്മക്കെന്ന് പറഞ്ഞാൽ എന്താ പണിയില്ലേ? ഒരുപാട് പണികളുണ്ട്. വീട്ടിലെ എല്ലാ ജോലിയും തീർക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അക്ഷീണമായിട്ട് പരിശ്രമിച്ച് പണികൾ മുഴുവൻ വീട്ടിലെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഒരു വീട്ടമ്മക്ക് പണിയില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും എന്നാണ് പൂജ ചോദിക്കുന്നത്. വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ പുറത്ത് പോയി അത് നമ്മൾ പണി ചെയ്യുകയാണെങ്കിൽ അതിന് കൂലിയും മറ്റ് പൈസയൊക്കെ കിട്ടും. പക്ഷേ വീട്ടിലെ ജോലികൾ ചെയ്യുന്നവർക്ക് അങ്ങനെ പൈസയോ ശമ്പളമോ ഒന്നും കിട്ടത്തില്ല. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ ജോലികളും ചെയ്യണം, ജോലി ചെയ്ത് തീർക്കണം. അങ്ങനെ ഉത്തരവാദിത്തങ്ങളുണ്ട്. കുട്ടിയുടെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം. അപ്പോൾ പൂജ നേരത്തെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൂജക്ക് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ പറ്റുമായിരുന്നു. നല്ല ഒരു നേരത്തെ ലൈഫിലെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു ആളായിരുന്നു. അത്യാവശ്യം കഴിവുകളൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് അതിൽ നിന്നൊക്കെ വിട്ടുപോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് പൂജ ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ നോക്കി, വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് ഭർത്താവിനെയും മക്കളെയൊക്കെ നോക്കി ജീവിക്കുന്നത്. അപ്പോൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതലായിട്ട് കഷ്ടപ്പെടുന്നവർ. അവർക്ക് ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഈ ബിഗ് ബോസ് തന്നെയാണെങ്കിൽ പോലും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടമ്മമാരാണ് കൂടുതലായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ കാണുന്നത്. ബിഗ് ബോസ് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കാണുന്നുണ്ട്. ഗൾഫിലും അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന ആൾക്കാർ കാണുന്നുണ്ട്. അതിൽ വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. വീട്ടമ്മമാർ അവരുടെ ജോലികൾക്കിടയിൽ അവർ ഫോണോ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ബിഗ് ബോസ് കാണുന്ന, കമൻ്റ് അയക്കുന്ന, അങ്ങനെ യൂട്യൂബിലാണെങ്കിലും ഒക്കെ കാണുന്ന, അങ്ങനെ ബിഗ് ബോസ് കാണുന്നവർ കൂടുതൽ പേരും വീട്ടമ്മമാരാണ്. അവർ ഓരോ ജോലികൾക്കിടയിലാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് ജോലികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ പൂജ പറഞ്ഞ ആ ഒരു ടോപ്പിക്ക്, ഒരു ടാസ്കിൽ പൂജ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് വീട്ടമ്മമാരെ കുറിച്ച്. വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. അത് മനസ്സിലാകാത്ത ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആൾക്കാർ. അവർക്കറിയത്തില്ല അവരെന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്നൊന്നും മറ്റുള്ളവർക്കാർക്കും പറയാനോ അത് മനസ്സിലാക്കാനോ ഒന്നും ഒരിക്കലും സാധിക്കത്തില്ല. അങ്ങനെ പൂജ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പൂജ നന്നായിട്ട് തന്നെ വീട്ടമ്മ എന്നുള്ള ഒരു ടാസ്ക് ഭംഗിയായിട്ട് അവതരിപ്പിച്ച്, നന്നായിട്ട് പറഞ്ഞ്, നന്നായിട്ട് സംസാരിച്ച്. അപ്പം പൂജ ഒരു നല്ല ഒരു വീട്ടമ്മയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം പൂജ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പറഞ്ഞതും പറയാൻ വേണ്ടി പൂജ ശ്രമിച്ച കാര്യങ്ങളും എല്ലാം വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പൂജ എന്ന് പറയുന്ന ഒരാൾ ബിഗ് ബോസിൽ തുടർന്ന് അങ്ങ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ പൂജക്ക് ഈ ബിഗ് ബോസിൽ ജയിക്കാനും ഒക്കെ പറ്റുന്ന ഒരാളാണെന്ന് കൂടെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോ. പൂജയുടെ ഈ പറഞ്ഞ കാര്യങ്ങളോടും ഇതിൽ എത്രത്തോളം ശരികളുണ്ട്, വീട്ടമ്മമാരുടെ ജോലിയിൽ കഷ്ടപ്പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും, അവരെന്തോരം കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് തോന്നുന്ന, പ്രേക്ഷകർക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഇതിലൂടെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എത്രത്തോളം വീട്ടമ്മമാർ ഈ ഷോ കാണുന്നുണ്ട്, ഈ ബിഗ് ബോസ് കാണുന്നവരുണ്ട്, അതുപോലെ യൂട്യൂബിലൂടെ ഈ വീഡിയോ ഇപ്പം എത്ര പേര് കാണുന്നുണ്ട്, പെൺകുട്ടികളായിട്ടുള്ള ആൾക്കാരാണ് ഏത് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പറ്റാ ലൈക്ക് ചെയ്യണേ.